നാട്ടിലാണെങ്കിൽ ഇലക്ഷൻ ചൂട്, UAE പറയണ്ടല്ലോ യുദ്ധവും. ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് തല തണുപ്പിക്കാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്ന് ഞങ്ങൾ മൂന്നാളും കരുതിയിട്ട് കുറെ ദിവസമായി. അപ്പോഴാണ് ഇലക്ഷൻ തിരക്കൊക്കെ കഴിഞ്ഞ് സരിൻ UAEയിലേക്ക് എത്തിയത്. UAEയുടെ ഉള്ളിൽ തന്നെ എവിടെയാണ് ഇങ്ങനെ ഒരു സ്പോട്ട്, എവിടെയാണ് ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് ഇങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഈ അടിപൊളി സ്ഥലം ഞാൻ സ്പോട്ട് ചെയ്തത്. ഇത് ഉമൽ ഖുവൈനിലാണ്. ഷാർജയിൽ നിന്നൊരു 45-50 മിനിറ്റ് ഡ്രൈവാണ്. ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഫാമിലി വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതുണ്ടല്ലോ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്തായാലും വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു തന്നെ അറിയും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, ഡോക്ടർ സൗമ്യ സെറ്റാണ്. ഞാനിപ്പോ എവിടെ നിൽക്കുന്നതെന്ന് അറിയോ? UAEയിൽ തന്നെയാണ്, ഉമൽ ഖുവൈനിലാണ്. ഇവിടെയാണ് കണ്ടൽക്കാടുകൾ, മാൻഗ്രോവ് ഫോറസ്റ്റിന് നടുക്കുണ്ടാക്കിയ വേൾഡിലെ ആദ്യത്തെ ഗ്ലാസ് ഗ്ലാമ്പിംഗ് ഏരിയ. ഇന്ന് ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. ഇന്ന് ഞാൻ മാത്രമല്ല, പാപ്പും സരിനും ഒക്കെ ഉണ്ട്. ഇന്നൊരു ഫാമിലി സ്റ്റേ ആണ്. ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു നൈറ്റ് സ്റ്റേ ഇവിടെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ ധാരാളം റീലുകളൊക്കെ കണ്ട് കുറേ കാലമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ലെക്സ് ഗ്ലാമ്പിന്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാണ്. ആ ഒരു ഒറ്റയടി പാത തന്നെ എന്ത് രസാന്നറിയോ? ആ മാൻഗ്രൂവ് ഫോറസ്റ്റിന്റെ നടുവിലൂടെ ആ ഗ്ലാമ്പിങ്ങിലേക്ക് ഒരു ഒറ്റയടി പാത. അങ്ങനെ നമ്മൾ ആദ്യം എത്തുന്നത് മെയിൻ ഉണ്ടയിലേക്കാണ്. ആ മെയിൻ ബ്ലൂ ഉണ്ടയാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. ഇതിന്റെ 2 ഭാഗത്തേക്കുമായിട്ടാണ് നമുക്ക് സ്റ്റേ ഉള്ള കുഞ്ഞു ഗ്ലാമ്പുകൾ. ഓരോ സൈഡിലും 5 ഗ്ലാമ്പുകൾ വെച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഗ്ലാമ്പിലേക്ക് പോകുമ്പോഴാണ് പാപ്പ ഒരു കാഴ്ച കണ്ട് അവിടെ നിന്നത്. അപ്പൊ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഞാനും ആ കാഴ്ച കണ്ടത്. അതെന്താണെന്നറിയോ? ഒരു 100,000 ഞണ്ടുകൾ. ഇപ്പൊ നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 300 ഞണ്ടുകൾ ഒരുമിച്ച്. കണ്ടാ കറ്. അതായത് നമ്മൾ ആ ഒരു ഒറ്റയടിപ്പാതയിലൂടെ നടക്കുന്ന ആ ഒരു വൈബ്രേഷൻ കൊണ്ട് അവരെല്ലാരും കൂടി ഒരു ഒറ്റ അടിക്ക് ആ മാൻഗ്രൂവിന്റെ ഉള്ളിലേക്ക് അങ്ങ് ഓടിക്കയറി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ ഉണ്ടല്ലോ, അതെല്ലാം ഓടി അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പാപ്പു കണ്ടത്. അതുകൊണ്ടാണ് പാപ്പു പെട്ടെന്ന് അവിടെ നിന്ന് അത് നോക്കിയത്. ഇപ്പൊ എല്ലാവരും അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ. ആ ബ്ലാക്ക് കാണുന്നത് എല്ലാം ഞണ്ടുകളാ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരേ. കണ്ടാ അവര് ആ മാൻഗ്രൂവില്, അതായത് ഇതിന്റെ പ്രത്യേകത അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ആ മാൻഗ്രൂവ്, ആ കണ്ടൽക്കാടുകളുടെ ആ ഒരു അല്ലെങ്കിൽ അവിടെയുള്ള ജീവജാലങ്ങളെ ഒട്ടും തന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ, ഇപ്പൊ കണ്ടോ ആ ഞണ്ടുകളും കാര്യങ്ങളും, അവിടെ ധാരാളം ജീവജാലങ്ങളെ നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അതിനെയൊന്നും ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാതെ, പ്രകൃതിയെ ഒട്ടും തന്നെ ബുദ്ധിമുട്ടിക്കാതെയാണ് ഈ ഒരു ഗ്ലാമ്പിംഗ് സൈറ്റ് അവര് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ തന്നെ വളരെ അധികം കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു. ഈ 2 ഞണ്ടുകൾ തമ്മിൽ എന്താ ചെയ്യുന്നത് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഗ്ലാമ്പിലെത്തി, ഗ്ലാബ് നമ്പർ 3. അതിന് പുറത്തെ കാഴ്ചകൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രൈവറ്റ് പൂളാണ്. ആരും കാണാതെ നമുക്ക് മാത്രമായി, അധികം ആഴമൊന്നുമില്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള നല്ലൊരു പൂള്. അതിനുശേഷം നമ്മൾ റൂമിന്റെ അകത്തേക്ക് കയറി. റൂമിന്റെ അകത്ത് ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, നല്ല അടിപൊളി വൈബായിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള ഗ്ലാമ്പുകളിൽ താമസിച്ചിട്ടുണ്ട്. സാധാരണ ഈ ഗ്ലാമ്പുകളുടെ ഒരു മാക്സിമം 50% പകുതി ഭാഗം മാത്രമാണ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഗ്ലാസ് ഉണ്ടാവുക, അതായത് പുറത്തേക്ക് കാണാൻ പറ്റുക. പക്ഷെ ഈ ഗ്ലാമ്പിന്റെ പ്രത്യേകത പറഞ്ഞാൽ 360 ഡിഗ്രി കംപ്ലീറ്റ് നമ്മളൊരു ഗ്ലാസ് കൂടാരത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള കാഴ്ചകൾ നല്ല മനോഹരമായിരുന്നു. എനിക്കിതിന്റെ ആ ഒരു ഇന്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വാഷ്റൂമിന്റെ ഉള്ളിൽ വരെ ഒരു ബാംബു ഫിനിഷ്, ബാംബു കൊണ്ടാണ് മാക്സിമം അവർ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്, അതായത് പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ വാഷ്റൂം വരെ ആ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ വാഷ്റൂമിന് വരെ നല്ല ആംബിയൻസ് ആയിരുന്നു എന്ന് പറയായിരിക്കും കൂടുതൽ ശരി. ഇത് കണ്ടില്ലേ അതിന്റെ ആ ഒരു റൂമിന്റെ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്, അതിലെല്ലാം കുഞ്ഞു ലൈറ്റിംഗ് ഉണ്ട്. ഇതിന്റെ രാത്രിയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ കുറച്ചുകൂടി ഭംഗി. ഞാനത് കുറച്ച് കഴിഞ്ഞ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. രാത്രി വ്യൂ നല്ല രസമായിരുന്നു. കാരണം ഒന്നാമത് ഇങ്ങനെ ഗ്ലാസ് പ്ലസ് ആ ഒരു ലൈറ്റിംഗ്, പിന്നെ ബാംബു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമുള്ള വ്യൂ ആയിരുന്നു. ഇതാണ് ആ പുറത്തെ ആ ഒരു ഗ്ലാസ് കൂടാരത്തിന്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇത് കണ്ടോ, ഇതിന് പുറത്ത് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവർ ഇത്തരത്തില് നല്ലൊരു കുഷനൊക്കെ ഇട്ടുന്നിട്ടുണ്ട്. പാപ്പു സൈഡിനും കുറെ നേരം അതിൽ കിടന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം, ഈ വല പരിപാടി, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ സ്ഥലങ്ങളിൽ സ്റ്റേക്കേഷൻസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ആക്ച്വലി നമുക്കിങ്ങനെ അവിടെ ഒരു തലേണയൊക്കെ വെച്ച് നമുക്ക് മാനം നോക്കി ഇങ്ങനെ കിടക്കാം. നല്ല രസാട്ടോ. അപ്പം ഞാനിങ്ങനെ കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും ഞാൻ അവിടെ എത്തി. ഞാൻ അവിടെ എത്തിയപ്പോൾ അച്ഛനും മകളും കൂടി അപ്പുറത്തിരുന്ന് എന്നെ ഓരോന്ന് പറഞ്ഞ് ചൊറിയായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത്. കളിയാക്കായിരുന്നു ബേസിക്കലി 2 കൂടി. ഇത് കണ്ടോ, പാപ്പു ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഞങ്ങൾ ദൂരെ ആ കാഴ്ച കണ്ടത്. ഇത് കണ്ട ഒരു ഫിലിപ്പിനോ ഫാമിലി ആട്ടോ, അച്ഛനും അമ്മയും ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. അവരാ ചതുപ്പിലൂടെ. അപ്പം ഞാൻ അത്ഭുതപ്പെടുമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇതിൽ പൂന്തി പോകുന്നായിരുന്നു കേട്ടോ. പക്ഷെ പൂന്തി പോയില്ലാന്ന് അവർ നടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ എന്തായാലും പാപ്പു വേഷഭൂഷാദികളൊക്കെ മാറ്റി. അവൾക്ക് പൂള് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും പൂള് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വെള്ളം കുറച്ച് പേടിയാണ്. പാപ്പുവിന് നീന്തൽ അറിയാം, എനിക്ക് നീന്തൽ അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള പേടിയുണ്ട്.
നീന്തൽ അറിയാം എന്നുള്ള അഹങ്കാരം ഉള്ളത് കൊണ്ട് തന്നെ അവൾ എന്നെ ഇപ്പൊ മുക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയായിരുന്നു. അതിനപ്പുറത്ത് അതിന് പൂർണ്ണ പിന്തുണയുമായിട്ട് അവൾ അച്ഛനുണ്ട്. ആ മുക്ക് പാപ്പു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് പൂർണ്ണ എൻകറേജ്മെന്റ് ആയിരുന്നു അവിടെ. എനിക്ക് വെള്ളം പേടിയാന്ന് ഇവർക്ക് രണ്ടാൾക്കും അറിയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പൂളിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്നെ പിടിച്ച് മുക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടെണ്ണം കൂടി പദ്ധതി ഇടും. ഈ ആക്ച്വലി നീന്തൽ അറിയാത്തത് വലിയൊരു വിഷമം തന്നെയാട്ടോ. ശരിക്കും നമ്മളെല്ലാവരും നീന്തൽ പഠിക്കണം. ശരിക്കും നമുക്കത് മിസ്സാവുക ഇത്തരത്തിലുള്ള പൂള് പോകുമ്പോഴാണ്. ശരിക്കും അതിൽ ഇപ്പൊ ഇതിനകത്ത് ആക്ച്വലി നമുക്ക് അത്രയും നീന്താനുള്ള വലിപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് എപ്പോഴും പൂളിൽ ഇറങ്ങുമ്പോൾ സങ്കടമാണ് നീന്താൻ അറിയാത്തതുകൊണ്ട്. പാപ്പുവിനെ അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ തന്നെ നല്ല കുളത്തിൽ കൊണ്ടുപോയി നീന്തൽ പഠിപ്പിച്ചു. അതുകൊണ്ട് അവളിപ്പോൾ നല്ല അടിപൊളിയായിട്ട് നീന്തും. എന്തായാലും എന്തെങ്കിലും നീന്തൽ പഠിക്കണമെന്ന് ഇപ്പോഴും എനിക്ക് അതെൻ്റെ സത്യം പറഞ്ഞാൽ ഇത്രയും കാലമായിട്ടും സാധ്യമാവാത്ത ഒരു ആഗ്രഹമായി അവശേഷിക്കുകയാണ്. ശരിക്കും നീന്തൽ നമ്മളെല്ലാവരും പഠിക്കണം. അതൊരു വ്യായാമം എന്നതിലുപരി ഒരു ലൈഫ് സേവിങ് സ്കില്ല് കൂടിയാണ്. എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെടുകയാണെങ്കിലേ ചിലപ്പോൾ നമ്മളെ രക്ഷിക്കാനും ചിലപ്പോൾ വേറൊരാളെ രക്ഷിക്കാനും ഒക്കെ നമുക്ക് ഈ നീന്തൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ആ പൂളിലെ ഞങ്ങൾ മാക്സിമം ഒരു 1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ഒരു പ്രൈവറ്റ് സോനയും ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോയി ഞാനും പാപ്പും കൂടി അവിടെ ഇരുന്ന് നന്നായി വേർത്ത് നന്നായി വെന്തുരുകി ഗംഭീരമായിട്ടൊരു കുളി പാസാക്കി. അങ്ങനെ ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം രാത്രിയായി. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ലെക്സ് ഗ്ലാമിൻ്റെ ശരിക്കുള്ള ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത് രാത്രിയിലാണ്. കാരണം അവരെല്ലായിടത്തും ലൈറ്റ് ഇടും. പ്രത്യേകിച്ചിട്ട് ഓരോ ഗ്ലാമിൻ്റെ ഉള്ളിലും ധാരാളം ലൈറ്റ് ഉള്ളത് കൊണ്ട് ഓരോ ഗ്ലാസ്സിലും അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഓരോ ഗ്ലാമ്പുകളും നമുക്കിങ്ങനെ ഒരു ഗ്ലാസും മകുടങ്ങൾ പോലെ തോന്നും. എല്ലാം ഇങ്ങനെ സെൽഫ് ഇലൂമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, പ്രകാശപൂരിതമായിട്ട് നിൽക്കുന്ന ഓരോ ഗ്ലാമ്പുകൾ. ശരിക്കും ആ രാത്രി ഇങ്ങനെ ആ ഒരു വഴിയിലൂടെ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കാഴ്ചനെ ഭയങ്കര മനോഹരം കണ്ടോ. ഓരോ ഗ്ലാമ്പുകളും ഓരോ സെൽഫ് ലൈറ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ആ വഴിയൊക്കെ അവർ നല്ല ഭംഗിയിൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നോക്കി നമ്മൾ ആദ്യം കണ്ട ആ ഒരു റെസ്റ്റോറൻ്റ് ആണ്. അങ്ങോട്ടുള്ള ആ ഒരു വഴി തന്നെ നമുക്കൊരു ഡിവൈൻ ഫീൽ ആയിരുന്നു കേട്ടോ ആ വഴിയിലൂടെ രാത്രി നടക്കുമ്പോൾ കിട്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം തന്നെ എന്ത് നന്നായിട്ടാണ് അറിയോ അവർ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കാവുന്ന ഒരു ഭാഗമാണ്. ഞാൻ അവിടേക്ക് ഇങ്ങനെ അതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോഴാണ് പാപ്പു അവിടെ നിന്ന് അമ്മേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് നോക്കിയപ്പോൾ അവൾ അവിടെ ഒരു പ്രത്യേക സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനത് ഇവളുടെ വിളി കേട്ടിട്ട് ഇത് എന്താ ഇവിടെ ഇത്രയും വലിയൊരു പരിപാടിയെന്ന് ഇതാ കണ്ട അമ്മ ഇങ്ങോട്ട് വാ ചെന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായി. അവിടെ നമുക്ക് സ്വന്തമായിട്ട് പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ ഇവളാണെങ്കിൽ ഒരു പിസ്സ പ്രാന്തിയാണ്. പ്രത്യേകിച്ചിട്ട് മാർഗരീറ്റ, അവൾക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ മാർഗരീറ്റ പിസ്സ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട പിസ്സ അവിടുത്തെ ഷെഫിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവൾ സ്വന്തമായി പിസ്സയൊക്കെ ഇതുപോലെ ചപ്പാത്തി പോലെ മാവ് കുഴച്ച് പരത്തി അതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതാണ് അവൻ ആ ഒരു പിസ്സ ഉള്ളിലേക്ക് വെക്കുന്ന അവൻ ഇതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷെഫ് അത് പാകമായോ നോക്കൂട്ടോ. അങ്ങനെ പാകമായി എന്ന് പറഞ്ഞപ്പോൾ ഈ സംഭവം വെച്ചിട്ട് അവളെ കൊണ്ട് തന്നെ അവരത് പുറത്തേക്ക് എടുപ്പിച്ചു. എന്നിട്ട് അതെല്ലാം കട്ട് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തൊരു പിസ്സയാണ്, അത് നമ്മൾ തന്നെ ഉണ്ടാക്കുക. കുട്ടികൾക്കൊക്കെ ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് അല്ലേ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുണ്ടല്ലേ ആ സന്തോഷം അവളുടെ മുഖത്ത് തന്നെ കാണാം. അങ്ങനെ വളരെ അഭിമാനത്തോടു കൂടി സ്വന്തമാക്കി ഉണ്ടാക്കിയ പിസ്സ കൊണ്ട് അവളുടെ അച്ഛനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. കിട്ടിയ എന്താ പറയുക ട്രോഫി കൊണ്ടുപോകുന്ന പോലെയാണ് ഒരാൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അച്ഛന് അത് കൊടുത്ത് അച്ഛൻ്റെ അഭിപ്രായം അറിഞ്ഞാലാണ് ആൾക്കൊരു സമാധാനമുള്ളൂ. എന്തായാലും അച്ഛൻ കഴിച്ച് പാസ് മാർക്ക് കൊടുത്തു, അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല അടിപൊളി പിസ്സ ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ടിറാമിസു, അവിടുത്തെ മാംഗോ ടിറാമിസു ഭയങ്കര ഫേമസ് ആണ്, ടിറാമിസു ഓർഡർ ചെയ്തു. അതും നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ഡിന്നറിന് ശേഷം ഒരു നല്ല പെർഫെക്റ്റ് ഡെസേർട്ടായിരുന്നു കേട്ടോ ആ ഒരു ടിറാമിസു. അങ്ങനെ ടിറാമിസുവും ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വയറൊക്കെ നല്ല കുട്ടപ്പനാക്കി പതുക്കെ, അപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി പാപ്പുത കിടക്കാൻ റെഡിയായി. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ കിടന്നുറങ്ങി. രാവിലെ കിടക്കപ്പായെന്ന് എണീറ്റ് ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആരും അത് കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു കണ്ടു. ആദ്യം ഞാൻ വിചാരിച്ചു വല്ല കൊറ്റിയോ ആവുന്ന്. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഇത് നമ്മുടെ ഫ്ലമിംഗോ അല്ലേ? അതെ, ഫ്ലമിംഗോ ആണ്. ഞാൻ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി കേട്ടോ. അപ്പൊ കണ്ട കാഴ്ച ഇതാണ്. 1 2 ഫ്ലമിംഗോ ഒന്നുമല്ല, ഒരു കൂട്ടം ഫ്ലമിംഗോസ്. ഈ ഫ്ലമിംഗോ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു പക്ഷിയല്ല. അത്യാവശ്യം ഒരു ഹൈഫൈ ഒരു എന്താ പറയുക, ഒരു VIP പക്ഷിയാണ്. അപ്പം ഞാൻ കണ്ട കാഴ്ച ഒരു കൂട്ടം ഫ്ലമിംഗോസ്. അത് മാത്രമല്ല,
ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല, ഇതൊക്കെ ചതുപ്പായിരുന്നു. എന്നാ ആ രാത്രി കൊണ്ട് ഇവിടെ ആ വേലിയേറ്റം കൊണ്ടായിരിക്കാം എല്ലായിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളമല്ല, വെള്ളം. അപ്പൊ ഞങ്ങളുടെ 4 പുറം വെള്ളമായിരുന്നു. വെള്ളത്തെക്കാൾ ഉപരി ഇവരാണ് ഞങ്ങളെ സർപ്രൈസ് ചെയ്തത്. ധാരാളം ഫ്ലമിംഗോസ്. അവരിങ്ങനെ അവിടെ എന്തൊക്കെയോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരിക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയതേ അവരുടെ ഈ ഡാൻസ് കണ്ടിട്ടാ. ഇത് നോക്കി, ആ കാലം കൊണ്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടി ഇതായിരിക്കാം ഫ്ലമിംഗോ ഡാൻസ് അല്ലേ? അവർ ഇര പിടിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഫ്ലമിംഗോസിനെ ഇത്ര അടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ദൂരേന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, അതും ഇത്ര നാച്ചുറൽ ആയിട്ട്. അപ്പോൾ ഒരു കൂട്ടം ഫ്ലമിംഗോസ് ഇങ്ങനെ നമ്മുടെ ചുറ്റും നിന്ന് ഡാൻസ് കളിച്ച്, നമുക്കിത് ഡാൻസ് ആയിരിക്കാം, പക്ഷെ അവർക്കിത് ഇരപിടുത്തായിരിക്കാം. അപ്പൊ അവിടെയുള്ള ഈ പറയുന്ന ചതുപ്പിലുള്ള സംഭവങ്ങളൊക്കെ തിന്നായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് നടന്നു കേട്ടോ. ആ സൺറൈസിന്റെ സമയത്ത് ഇത് കാണാൻ വേറൊരു ലുക്കായിരുന്നു. രാത്രി ഒരു ലുക്ക്, രാവിലെ പുലർച്ചെ മോർണിംഗ് വേറൊരു ലുക്ക്. അങ്ങനെ ഞാനൊരു നല്ല കാപ്പിയൊക്കെ ഉണ്ടാക്കി ആ ആംബിയൻസിലിരുന്നൊരു കാപ്പിയൊക്കെ കുടിച്ചു. ആഹാ, അന്തസ്. സരിൻ സാധാരണ കാപ്പിയൊന്നും കുടിക്കാത്ത ആളാണ്. സരിന് വന്നൊരു കാപ്പിയൊക്കെ അടിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഫ്രഷൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെ റെസ്റ്റോറൻറ്റ് പോയി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പൂൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നേരെ നിങ്ങളുടെ പൂളിലെത്തുന്നു. അങ്ങനെ ഞങ്ങൾ പൂളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അതാ വരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. നല്ല അടിപൊളി, വളരെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഇഡ്ഡലിയും ദോശയൊന്നും അല്ല, പക്ഷെ എന്നാലും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ജ്യൂസും അതുപോലെ തന്നെ നല്ല പാൻ കേക്കും, നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം ആക്ച്വലി നമ്മൾ ഈ പൂൾ ബ്രേക്ക്ഫാസ്റ്റ് പൂളിലൊക്കെ ഇറങ്ങിയിട്ടാണ് കഴിക്കേണ്ടത്. പക്ഷെ നല്ല വിശപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട്, അത് മാത്രമല്ല ഞങ്ങളൊക്കെ ഡ്രസ്സപ്പ് ആയിരുന്നു. ആക്ച്വലി പോവാൻ വേണ്ടി എല്ലാം ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നുകൊണ്ട് ഞങ്ങൾ ആ പൂളിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പുറത്തെടുത്ത് വെച്ച് നമ്മൾ അവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചു. എന്തായാലും ഒരു സംഭവം പോലും ബാക്കി വെക്കാതെ ഞങ്ങൾ 3 പേരും കൂടി ആ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും ആ ഒരു പൂളിന്റെ സൈഡിൽ ഇരുന്ന് ആ ഫ്ലെമിംഗോസിനൊക്കെ നോക്കി ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ ആ ഫ്ലെമിംഗോസിനെ കുറച്ചു നേരം നമ്മൾ ആ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ഫ്ലെമിംഗോസിനെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ ആ ഫ്ലെമിംഗോസ് എന്താ ചെയ്യുന്നത് നോക്കി. അപ്പൊ കണ്ട കാഴ്ചയാണിത്. ഫ്ലെമിംഗോസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റിലാണെന്ന് തോന്നുന്നു. റെസ്റ്റ് ആണോ അവരുടെ ഉറക്കാണോ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തായാലും നല്ല നമ്മൾ ഈ ധ്യാനിക്കുന്ന, നമ്മൾ ഈ ഋഷിവര്യന്മാരൊക്കെ ധ്യാനിക്കില്ലേ, ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് നോക്കിയേ, എല്ലാ എണ്ണങ്ങളും ഇങ്ങനെ സ്റ്റഡിയിലേക്ക് വടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒറ്റക്കാലിൽ നിന്നാണ് തപസ്. ഉറങ്ങായിരിക്കാം അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുകയായിരിക്കാം. ആഹാ, എനിക്കറിയില്ല. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. ചില ഫ്ലെമിംഗോസിന് ഇപ്പോഴും ഞങ്ങളെ പോലെ വിശപ്പ് മാറിയിട്ടില്ല തോന്നുന്നു. അവരിപ്പോഴും എരപിടുത്തത്തിലാണ്. പക്ഷെ അധിക ഫ്ലെമിംഗോസും ഇത്തരത്തിൽ റെസ്റ്റിലായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് അവിടെ നിന്ന് പൂൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാനുള്ള സമയമായി, ചെക്കൗട്ടിനുള്ള സമയമായി. അവിടെ ഒന്നുകൂടി അവിടുത്തെ ആ ഒരു മനോഹാരിതയെല്ലാം ഒന്നുകൂടി ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഗ്ലാമ്പ് നമ്പർ 3 നമ്മളൊരു ടാറ്റ ബൈ ബൈ പറഞ്ഞ്, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കാലാവസ്ഥയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 11 മണിയോടുകൂടി ഇറങ്ങി. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കണ്ടൽക്കാടിൻ്റെ നടുവിൽ ഇങ്ങനൊരു നല്ല ലക്ഷൂറിയസ് ഗ്ലാമ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഇനി കാണാം.